വികസനം ഒരു നാടിനും നാടിന്റെ ജനവിഭാഗങ്ങൾക്കും ആവശ്യമാണെങ്കിൽ ആ വികസനത്തെ അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സ്വീകരിച്ചു വരുന്നത്. അപ്പോഴും കുറെ പേർ അതിന്റെ പേരിൽ പറിച്ചെറിയപ്പെടുകയും വേറില്ലാത്തവരായി മാറുകയും സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുറമ്പോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നവരായി മാറും. ഇവിടെ ഒരു ഗ്രാമത്തിന്റെ ചൈതന്യമായിരുന്ന, ഒരു ഗ്രാമത്തിന്റെ സജീവമായിരുന്ന, ഒരു ഗ്രാമത്തെ സജീവമാക്കിയിരുന്ന നിരവധി മനുഷ്യരും അവരുടെ തൊഴിലിടങ്ങളും അവരുടെ സജീവമായ ജീവിതചര്യകളും അന്യം നിന്നു പോകുകയും അവിടെ ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുളിയന്തറ എന്ന ഗ്രാമത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ നോവലിലെ പ്രതിപാദ്യ വിഷയം. എഴുത്തുകാരൻ തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കേണ്ടവനാണ്, ഉത്തരം പറയേണ്ടവനല്ല. ഉത്തരം കണ്ടെത്തേണ്ടത് സമൂഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നോവലിലൂടെ വികസന വിരോധത്തിന്റെ ആശയമാണോ ശ്രീ ജേക്കബ് നായകത്തോട് മുന്നോട്ട് വെക്കുന്നത്, അഥവാ അല്ലെങ്കിൽ വികസനത്തിന് അനുകൂലമാണോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ചുറ്റുപാടുകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, പ്രകൃതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജീവജാലങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്ന വേരുകളെ നോക്കി ആശങ്കപ്പെടുന്ന, ആകുലപ്പെടുന്ന, ഒരർത്ഥത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു നാടിന്റെ ചരിത്രത്തെ ചിത്രത്തിലൂടെ വരച്ചു കാണിക്കാനുള്ള ശ്രമം എന്ന നിലക്കാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. തീർച്ചയായും ഈ നോവൽ സമീപ മലയാള സാഹിത്യത്തിൽ സംഭവിച്ച വലിയ മെച്ചപ്പെട്ട ഒരു കൃതി എന്ന നിലക്ക് വിലയിരുത്തപ്പെടുമെന്ന് തന്നെയാണ് വായനക്കാരൻ എന്ന നിലക്ക് എന്റെ അഭിപ്രായം. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിനെ നന്ദി